എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ നാളെ വൈകുന്നേരം 5 മണി വരെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഇതിനുള്ള അവസരം. അപ്പോൾ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അപേക്ഷയിലെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ പേര്, അതുപോലെ അഡ്രസ്സ്, ഇതുപോലുള്ള വിവരങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് vhscap.kerala.gov.in എന്നുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അതുകൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പിന്നീട് പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ചില സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരികയും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ തിരുത്തലുകളും വരുത്തിയ ശേഷം അതുപോലെ പുതിയ കോഴ്സ്, സ്കൂൾ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതും. യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യേണ്ടതില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതും ആണ്. ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും അതിനുശേഷം 1, 2, 3 അലോട്ട്മെൻറ്റുകൾ വരെ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകളും വിവരങ്ങളും പരിശോധിച്ച് കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകുകയുമാണ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീടുള്ള 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ ഏതെങ്കിലും സീറ്റിൽ നിങ്ങൾ ഏത് സീറ്റിലാണോ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ അപേക്ഷിച്ചു, എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ അഡ്മിഷൻ നേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് തീരുമാനം ഉണ്ടാക്കിയ ശേഷം അഡ്മിഷൻ നേടുക. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ദിവസമാണ് അഡ്മിഷനായിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ആലോചിച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് മെയ് 28-ാം തീയതി വരെയാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.